മൈക്ക് കിട്ടിയിട്ടില്ലല്ലേ ഇതുവരെ? എവിടെയെന്ന് വെച്ചാൽ മറന്നുപോയി. ഇത് ലോകം മുഴുവൻ പരന്നൊന്നും കിടക്കുന്നില്ല. ആകെ 3 ബെഡ്റൂമല്ലേ ഇവിടെ ഉള്ളൂ. അവിടെ വെച്ചിങ്ങനെ നിന്റെ ബാഗിൽ ഉണ്ടാവും സാധനം. ഞാൻ എങ്ങനെ എടുക്കാം? ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഡീകാത്തലോണിന്റെ ബാഗും മറ്റേ സൈഡ് ബാഗും അതിൽ നോക്കുന്നാല്. ഡിക്കത്തലോണിലെ ബാഗ് അവള് കൊണ്ടുവന്നത് ചക്ക ഇട്ട ബാഗ്. അതല്ല, വാഷ് ചെയ്യാൻ ഇതാക്കിട്ട് നീലയും മറ്റേ നീലയും ബാക്കി കിടന്ന 4-5 ബാഗ് ഞാൻ മറ്റേ സൈഡിലെ മറ്റേ എന്താ മറ്റേ ഇതല്ലേ എന്താ ടോമി ഹിൽഫൈറ്റിന്റെ അത് എല്ലാം കൂടിയാണ് ഞാൻ അന്ന് ഓർമ്മ കേട്ടോ. കഴുകി ഇട്ടിട്ട് നീ പോയ സമയത്ത് കഴുകി ഇട്ടിട്ട് ഞാൻ ഉണക്കിയിട്ട് ഇതാക്കിയത്. നല്ല ഡ്രൈ ആക്കിയിട്ട് ഇവിടെ ഇരുന്നിട്ട് അതെല്ലാം കൂടിയാണ് മറ്റേ ഞാൻ ബാക്കി ഇരുന്ന് അവിടെ മാസ്റ്റർ ബെഡ്റൂമിൽ പരന്ന് കിടന്ന ബാഗുകളെല്ലാം കൂടി 3 ബാഗിന്റെ ഉള്ളിലാക്കിയിട്ട് പൊന്നു പറഞ്ഞ എന്റെ റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറ്റി ഓർമ്മണ്ടോ? അതിലൊന്നും ഒരു മൊട്ട സൂചിയിൽ ഒരു സ്ലൈഡ് ഒരു പിന്ന് പോലും ഇല്ല. ആ വേസ്റ്റ് മൈക്ക് കൊണ്ട് കളഞ്ഞ്. അല്ല ഞാൻ ഓണാക്കിയത് ആൾക്കാർ ഇതാവട്ടെ, ആള് വരാതെ ഇതാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നാളെ വരാൻ വേണ്ടിട്ട് അവിടെ വെക്കുന്ന സാധനങ്ങൾ ആ ഏരിയ എവന്റെ ഏരിയയാണ്. ആ ഏരിയയിലോട്ട് ഞാൻ പോകലില്ല. യവൻ എപ്പോഴും അവിടെ തപസിരിക്കുന്ന ഏരിയയാണ് ആ ഏരിയ. അത് അവന്റെ ഏരിയയാണ്. ഞാൻ ആ ഭാഗത്തോട്ട് പോകത്തില്ല. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഏതെങ്കിലും ബാഗ് നോക്ക്. ഞാൻ ഇവിടെ എന്റെ മാസ്റ്റർ ബെഡ്റൂമിൽ ഇരിക്കുന്ന സാധനം മുഴുവൻ എന്റേതാണ്. ഞാൻ അവിടെ ഒരു ബാഗുകളൊന്നുമില്ല. മറ്റേ ടിസോട്ടിന്റെ മറ്റേ ഇതാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഫയലുകളും ബാങ്കിന്റെ ഡീറ്റെയിൽസും ഇത് മാത്രമാണ് അതിലുള്ളത്. മറ്റേന്താണ് പാസ്ബുക്ക് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ്. പാസ്പോർട്ട് തൊട്ട് ഡോക്യുമെന്റ്സ് മാത്രമാണ് ആ ബാഗിലുള്ളത്. അതിലൊന്നുമില്ല. അതിലൊരു അറയിൽ ചെറുതായിട്ടൊന്നൊരു ഇതുണ്ട്, സ്റ്റിച്ച് വിട്ടിട്ടുമുണ്ട്. നീ പറയണ ഒരു സൈഡിൽ ഇതാക്കുന്ന ബാഗല്ലേ? പിന്നെ മറ്റേലൊന്നും കൊള്ളത്തില്ല. ഇവിടെ ആ സാധനം ഇവിടെ ഉള്ളപ്പോ 2 ബാഗ് അവിടെ ഉള്ളത്. ഒന്ന് നിന്റെ മറ്റേ ബാഗിൽ ഞാൻ ഇതൊന്നും വെക്കില്ല. ഒരു സെക്കൻഡ്. ഈ ബാഗിന്റെ കാര്യമല്ലേ പറയുന്നത്? ഇതല്ലേ നീ പറഞ്ഞേ? പിന്നെ അല്ലാതെ വേറെ ഏത് ബാഗ്? ഇതാ ഞാൻ കൊണ്ടു നടക്കുന്നത് എന്റെ ഓഫീസ് ബാഗ്. ഇതല്ലാതെ വേറെ ഏതാ? ഇത് ഓഫീസ് ഇത് മാത്രമല്ല, വേറെ ഒന്നുമില്ല. ഡിക്കത്തലോണിലെ നീലയാണ് ഞാൻ വാഷ് ചെയ്തിട്ടത്. 2 നീല. മറ്റേ നീ ഇതാക്കിയ നീലയും എന്നാ പോയി നോക്ക് എവിടെയെങ്കിലും. എനിക്കറിയത്തില്ല. ഇതിൽ ഒരു സാധനവും ഇല്ല. ഇതെല്ലാം ഡോക്യുമെന്റ്സുകൾ മാത്രമാണ് ഇതിലുള്ളത്. ഇതിൽ ഞാൻ വേറൊരു സാധനം വെക്കലുമില്ല. അതിൽ നിന്ന് ഞാനിപ്പോൾ മറ്റേ ATM ഇത് പൗച്ചിഞ്ഞെടുത്തിട്ട് വന്ന് ഇതിലൊരു സാധനം വെക്കത്തില്ല. ലാഗ് ഒരു ചീപ്പ് മാത്രം എക്സ്ട്രാ കിടക്കുന്നുണ്ട്. അത് ഇൻ കേസ് കുളിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഒന്ന് ഇതാ മുടി വെറുതെ അഴിച്ചിട്ട് പോകാൻ പറ്റില്ല. ഞാൻ ആകെ ഇതിൽ വെച്ചിട്ടുള്ള സാധനം ഈ പൗച്ച് മാത്രമാണ്. ഇതല്ലാതെ ഒരു സാധനം എടുത്തിട്ടില്ല. പോയെങ്കിൽ പോട്ടെ, നന്നായി. ഇവിടെ അല്ലെങ്കിൽ 100 പേരായ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ വെക്കുന്ന സ്ഥലത്ത് ഞാൻ അത് എവിടെയാണെങ്കിലും എന്റെ സാധനങ്ങൾ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിനാണ് ഈ ഒരു സാധനം സ്റ്റിച്ച് വിട്ടുപോയത്. അതും പോയി. അതിന്റെ ടിസോട്ടിന്റെ എംബ്ലവും പോയി. എവിടെ കൊണ്ടുപോയി പിടിച്ചിട്ട് എവിടെയെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോളി. ഞാൻ ഇവിടെ വെച്ചിരുന്ന സാധനമാണ് മൈക്ക്. 24 മണിക്കൂറും എനിക്ക് 1000 ട്രെയിനൊന്നുമില്ല. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും വീട്ടുകാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും തൊട്ട് കാര്യമുള്ളതും കാര്യമില്ലാത്തതുമായിട്ട് അതിനകത്ത് ക്ലിപ്പൊന്നും കുത്താനുള്ള സമയം ഉണ്ടായില്ല. ഇതിലിനി ഒരു സാധനവും ഇല്ല. ഈ ബാഗിലിനി ഇതിലിട്ടിട്ട് പൊട്ടിച്ച് ഇതാ ക്ലിപ്പ് പൊട്ടിപ്പോയി. ഇതിലിരുന്നിട്ട് ഇതിലൊരു സാധനമില്ല. ഇത് പുതിയ ബാഗാണ്. ഇതിന്റെ ഗ്രീൻ എടുത്തിട്ട് ഒലിവ് ഗ്രീൻ എടുത്തിട്ടുമില്ല. എനിക്കറിയില്ല. ഞാൻ ഇതാക്കിയൊരു ബാഗിൽ ഒന്നുമില്ല. ചൂടെടുക്കണം.
ആണോ നീ പോയിക്കോ. പിന്നെ വേറെ കാൽക്കുലേറ്റർ ആ റൂമിൻ്റെ ഉള്ളിലുണ്ടാവും. ഹലോ ഗെയ്സ്, എല്ലാവരും വരട്ടേന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. ഞാനിവിടെ ഒരു പണിയിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ തല നിറയെ എണ്ണയൊക്കെ തേച്ചിട്ടതാ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 മണിയായില്ലേ, 9-10 മണിയാകുമ്പോൾ കുളിക്കാം. എന്താ എന്ത് അതേ ഉള്ളൂ. അതിന് ബാറ്ററി എന്താണെന്ന് അറിയത്തില്ല. വലിയ കാൽക്കുലേറ്ററൊക്കെ എവിടെയാണ് അതുകൊണ്ട് കാൽക്കുലേറ്ററൊന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സാധ്യതയില്ല. ഇപ്പം എല്ലാം ഫോണിൽ തന്നെയാണ് ചെയ്യലെല്ലാം. എന്താ പരിപാടി നമ്മോ നേരം വെളുത്ത് തിരട്ടുന്ന തല പുകച്ചില്ല. ആകെ ഒരു ഇത്തിരി ആശ്വാസം എന്ന് വെച്ചാൽ നിങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയമാണ്. ഓഫീസും വീടും എല്ലാം വീട് തന്നെയാണ്. 100 കൂട്ടം കാര്യങ്ങളുടെ ഇങ്ങനെ ഇരുന്നിട്ട് സെന്ററിൽ ഒരു പോയിന്റ് ഇല്ല. ആ പോയിന്റാണ് ഞാൻ. വാ കുളിക്കാം. ഇപ്പൊ കുളിക്കണില്ല, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഫുഡ് കഴിച്ച ചായ കുടിച്ച ഇതിന്റെ ഇടയിൽ തന്നെ ഫുഡ് കുടിക്കലും ചായ കുടിക്കലും ഒക്കെ. പണിയിലാണ് മക്കളെ, പണിയിലാണ്. ഇതൊക്കെയാണ് പണികൾ. എനിക്ക് വേണ്ട. ഇതൊക്കെയാണ് പണികൾ. എണ്ണപ്പലാരവും തിന്നാതിരിക്കേ. ഫുള്ള് പണിയിലാണ്. കഴിഞ്ഞ 3-4 മാസമായിട്ട് തലയ്ക്ക് പെരുപ്പ. ആ 4 നോബിയും കൂടെ പൈസ തന്നിരുന്നുണ്ടായിരുന്നു ഇത്രയും തലവേദന ഇല്ലായിരുന്നു. എനിക്കറിയില്ല സബ്സ്ക്രൈബ് ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് കിട്ടോ ഇല്ലേന്ന്. മേത്തേനോട് വല്ല ഗൂഗിളിലാ പോയി ചോദിക്കും. ഞാൻ ആരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അതെന്തോ അങ്ങനെ ഒരു ടോക്ക് പോയി കുളിക്കും. ഇവിടെ പുറത്തിറങ്ങി ഇവിടെ മനുഷ്യന്റെ തലയെ കൂടെ ഇവിടെ ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ആനക്കാര്യത്തിന്റെ ഇടം അവന്റെ ചേനക്കാര്യം. മനുഷ്യൻ ആദ്യത്തെ സബ് ഇതാക്കി. ആ സബില് പിന്നെ ആ സബും അതും അങ്ങനെ തന്നെ പോയി. അതിലൊരു $4000 കിടന്ന് ആ ഡോളറും അങ്ങനെ പോയി. രണ്ടാമത് സബ് തുടങ്ങി. ഇനി ഇതിലാണ് ഒരു പ്രതീക്ഷ, ഇതിലെങ്കിലും കിട്ടുമെന്നോ. കണ്ടവരുടെ അപരാധം മുഴുവൻ കേട്ട് വയ്യ. പക്ഷെ എന്റെ അക്കൗണ്ടിൽ ഇതുവരെയ്ക്കും ഒരു രൂപ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. രണ്ടാമത്തെ സബ് തുടങ്ങി അതിലൊരു 7,000 അതുവരെ ഉള്ള എല്ലാം കൂടി ഒരു 7,000 ആണ്ട്. അതും അങ്ങനെ കിടപ്പുണ്ട്. അത് ഇനിയിപ്പോ എങ്ങനെ കിട്ടും? അതുകൊണ്ട് ഇതുവരെ എന്താ ഗസ്റ്റ് റോളാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ നടക്കുന്നേ. നമ്മൾ അധ്വാനിച്ചാലേ നമുക്കുള്ളൂ. അച്ചടാ ഇപ്പൊ കറക്റ്റ് ആയല്ലോ. യെസ് എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ എവിടെയാ കറക്റ്റ് അല്ലാതെ? DLD-യും അഡ്മിൻ ഫീയും കറക്റ്റ് ആണല്ലോ. പിന്നെ അപ്പൊ പിന്നെ എങ്ങനെയാ പിന്നെ ഒരു എക്സ്ട്രാ ഈ 60 എന്ന് പറഞ്ഞ കണക്ക് പിന്നെ എവിടെയാ വന്നേ? സബും കുബൊക്കെ നിർത്താൻ പോവാ ഡിയർ. എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ആവശ്യമില്ലാതെ ഒരു കാര്യം ഇല്ലാതെ. എടാ കണ്ണ് വെക്കല്ലേടാ സുൽത്തു, കണ്ണ് വെക്കല്ലേ. എന്താ ഇങ്ങോട്ട് കൊണ്ടുപോവാ? എന്താന്ന് എല്ലാരും പോവുക. വെക്കേഷൻ കഴിഞ്ഞ് എല്ലാരും ഓരോരോ പാട്ടിന് വിടുക. ഇതെന്താ സാധനം? നമ്മൾ യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഇതെന്തിനു യൂസ് ചെയ്യുന്നതാ? അത് വൃത്തിയിൽ വെയ്. അങ്ങനെ വയ്ക്കാതെ നല്ല വൃത്തിയിൽ അത് അഴിച്ചിട്ട് നല്ല വൃത്തിയിൽ വെയ്. വൃത്തിയിലും മെനയിലൊരു സാധനം വയ്ക്കത്തില്ല. എന്താ സബ്സ്ക്രിപ്ഷന്റെ റീച്ചൊക്കെ പോയി. 25.5 മില്യൺ ആയിരുന്നു. 25.5 മില്യൺ ആയിരുന്നു ഡാഷ്ബോർഡിൽ ഉണ്ടായിരുന്ന വ്യൂവേഴ്സ്. 3 മാസം കൊണ്ട് വെറും 3. ഇന്നലെ 2 ദിവസം കൊണ്ട് 2 വീഡിയോ ഇട്ടപ്പോഴാണ് 4.2 വ്യൂസിൽ അതൊക്കെ അറിയത്. അതിന്റെ റിവ്യൂസ്. പിന്നെ ഞാൻ ഇതിനോട്ടൊന്നും കൂടുതൽ മൈൻഡ് ചെയ്യാറില്ലാത്തത് കൊണ്ടും 3,000-4,000 സംതിങ് ആൾക്കാർ കിടക്കുന്ന അങ്ങനെയൊന്നും പുകയിൽ നിന്നും വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല മോനെ. ഉത്തരവാദിത്തപ്പെട്ട ഏവനെങ്കിലും ഒരുത്തൻ കൂടെ വേണം. എന്നാല് എന്നെക്കാട്ടിയും കഴിവുള്ള, എന്നെക്കാട്ടിയും
തലമണ്ടയുള്ള എന്നെക്കാട്ടിയും കെൽപ്പുള്ള ഒരുത്തൻ. ഓ താങ്ക് യുടാ. രണ്ടാമത്തതും ദാ കിടക്കണം. ചേഞ്ച് പേ ഔട്ടും ഇതൊന്നും പറഞ്ഞിട്ട് ദാ രണ്ടാമത് സേഫ് ആയിട്ട് ഇതാക്കണം. ഇതും കിട്ടോ ഇല്ലേന്ന് എനിക്കറിയത്തില്ല. ദാ 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 ഞാൻ പറഞ്ഞ എമൗണ്ടും കള്ളമല്ല. ഇതുവരെയുള്ള 8300 കഴിഞ്ഞ നീ പോവേണ ആന്നാ വയ്ക്കും. ഇത്രയും മാസമായിട്ടുള്ള അടുത്ത തുടങ്ങിയതിൻ്റെതും ദാ കിടക്കുന്നുണ്ട്. അതും കിട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സബ്ബീന്ന് ഒലത്തിന്ന് ഒരാളും പറയാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് പറയാൻ നിൽക്കരുത്. വീട്ടിൽ വന്നിട്ട് വീട് കണ്ടുപിടിച്ച് അഡ്രസ്സ് കണ്ടുപിടിച്ച് ഞാൻ അടിച്ച് തലമണ്ട പൊട്ടിക്കും. നോക്കാമണ്ടേ കിട്ടാമണ്ടേ. അപ്പോൾ ഞാൻ പറയാൻ വന്ന അതൊന്നുമില്ല. ഒരു 10 മണിയല്ലേ ഞാൻ പറഞ്ഞേ, 10:10. ജീനിയസ് അല്ല, പറയാണ്. നിനക്കൊക്കെ അറിയുന്നതിനെക്കാട്ടിയും കൂടുതൽ അവനെ എനിക്കറിയാം. പാവം ഒരു പാലത്തിന്റെ പണിയും റോഡിന്റെ ശോചനീയ അവസ്ഥയും ഇതാക്കാൻ അവിടുത്തെ പാവങ്ങൾ കണ്ണീരൊളിപ്പിച്ചിട്ട് വന്നപ്പോഴത്തേക്കും എന്നെ വിളിച്ച് ജിപ്സാജി അവർ കുറച്ച് പാവങ്ങളുണ്ട്, അവരുടെ റോഡിന്റെ അവസ്ഥ നിങ്ങളും കൂടി ഇതുണ്ടോ, നമുക്കൊന്ന് പോയിട്ടൊരു വീഡിയോ ഇട്ടാലോ എന്നാ 10 പേര് എന്നിട്ട് മന്ത്രിമാരുടെ അവരെവരെയൊക്കെ എത്തിച്ചാൽ ഞാൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് പോയിട്ട്. അതുകൊണ്ട് ജിയുടെ കാര്യമൊന്നും പറയരുത്. നല്ലൊരാളുണ്ട് ജീനിയസ് ആണെന്ന്. ജീനിയസ് 5ാം ക്ലാസ്സും കുസ്തി. അവൻ പറയണത് 100 സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണ്. അവനോട് ഒരു 10 മിനിറ്റ് ഒന്ന് ഡയറക്ടറിൽ നിന്ന് സംസാരിച്ച് വെക്കണം. പണ്ടിട്ടാണ് പറയണ തായോളി. എന്നിട്ട് പാവങ്ങളുടെ കണ്ണീര് വിറ്റിട്ട് അവിടെ ചെന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഗിരീഷ് ചെമ്പനരുവിന്നിട്ട് അവിടുത്തെ ഒരു മെമ്പറാ ഗിരീഷ് ഏട്ടൻ. അന്ന് തൊട്ട് തുടങ്ങിയതാ ഗിരീഷയുടെ പാവങ്ങളെ സാധുക്കളാ. വെറും പാവങ്ങളില്ലേ, നിഷ്കളങ്കരാ അവിടെ ഉള്ളവരെല്ലാം. വെറും എന്താ പറയാ, അവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പാവം തോന്നും. നമ്മൾ ഇവിടെ നിന്നൊക്കെ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും എടാ ഈ കണക്ക് നോക്കിട്ട് പോടെ ഒന്ന് ഒഴിവാക്ക്. എന്നാ ഇറങ്ങിപ്പോ. മിറക്കിൾ ഓഫ് റൊമാൻസോ എന്താ വെച്ചാ ലീക്കായി. ഇനി എന്ത് സബ് ആരുടെ എന്ത് ലീക്കായതാ ഇത് പറയുന്നേ? എല്ലാം ലീക്കായി. ഇനി എന്ത് സബ് എന്താണാവോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. എന്താ ആദ്യത്തെ ഉദ്ദേശം നന്നായിട്ട് പറ. എന്തെങ്കിലും പറയണമെങ്കിൽ അത് വൃത്തിയിൽ പറ. മറ്റേ സാമാനമായിരിക്കും. മറ്റേ നമ്മൾ ഒരു ദിവസം കുളിച്ചിട്ട് വന്നിട്ട് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് പോയി മറ്റേ ആ തോർത്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടുത്തെ ക്രീം ഇട്ടില്ലേ, അതിന് 2 പ്രാവശ്യം മറ്റേ സാധനം സ്ലിപ്പായി പോയില്ലേ, 27 മിനിറ്റിന്റെ പറയും. അതാണ് ഇപ്പൊ വലിയ കാര്യമായിട്ട് പറയുന്നത്. അതിന്റെ അപ്പുറം ഇവിടെ സിനിമയിലും സീരിയലുകളിലും വരെ ഇപ്പൊ കാണിക്കുന്നു. സ്ലീവ്ലെസ്സോ ഓഫ് ഷോൾഡർ ഡ്രസ് ഇട്ടാൽ കുഴപ്പമില്ല, പക്ഷെ അത് തോർത്തോ ടവലോ ആയ പ്രശ്നമാണ്. അപ്പൊ ഓർഗാസം വരും. അതാണ് വിഷയം. ആണ് ഒന്ന് പോടെ ഇറങ്ങി. ഏത് ലോകത്താ ഇപ്പോഴും ജീവിക്കുന്നേ? ശരി ഡിയേഴ്സ്, ആ കുപ്പി അങ്ങനെ വെച്ചാൽ കളഞ്ഞു പോവും. കുപ്പി അങ്ങനെ തറ വീണ് പൊട്ടി കഴിഞ്ഞിട്ട് പുതിയത് മേടിച്ച് വരാന്ന് വിചാരിക്കണ്ട. ബൈക്ക് എടുക്കാൻ പറ്റില്ല. അലമ്പല്ല, കിടന്നുറങ്ങിയതല്ലേ. എന്താ ഒരു 9 മണിയാകുമ്പോ പോകണം. നീ ആരാന്റെ വക്കാലത്ത് അതന്നെ പോയി കണ്ടു ചേച്ചിയുടെ താങ്കോ അല്ല. ചേച്ചി ഫുള്ള് ഗൂഗിളും അവിടെ ഇവിടെ മുഴുവൻ തപ്പി. ചേച്ചിയുടെ പേരും പറഞ്ഞ് കണ്ടോരെ വെച്ച് ഉണ്ടാക്കിയത് പണി കൊടുക്കണുണ്ട്. സമയമാവട്ടെ, മാക്സിമം ഉണ്ടാക്കട്ടെ എന്ന് വെച്ചിട്ട്. ചേച്ചിയുടെ പ്രീമിയം ഒക്കെ മാസങ്ങളോളായി അങ്ങനെ ഒരു സാധനം ഇല്ല. കഴിഞ്ഞ മെയ്യിൽ ഇതാക്കിയവർക്ക് മാത്രം ഇരുന്നുണ്ടായിരുന്നത് തന്നെ. പിന്നെ ചേച്ചിയുടെ പേരും പറഞ്ഞ ചേച്ചി ആണ് എന്നും പറഞ്ഞ് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ, ആ സുഖമാണ് അവനൊക്കെ മുതലെടുക്കണത്. അങ്ങനെ ചേച്ചി ആണെന്ന് വിചാരിച്ചിട്ടിരുന്നൊക്കെ ഇതാക്ക്. അപ്പൊ അത്ര സുഖം കിട്ടിക്കോട്ടെ. എന്തിനാടാ ഇത്രയും കാറ് കയറായിരിക്കുന്നത്? എന്തിനിങ്ങനെ ചായപ്പൊടി വാറ്റി തന്നെ? നീ
നീ ലൈറ്റ് ചായ മതം കുടിക്കാൻ തുടങ്ങി. എടി കോപ്പേ പറയുന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കണം, മര്യാദയ്ക്ക് സംസാരിക്കും. ചേച്ചിക്ക് ഒരു ഫാന്റസി ഇല്ല, ചേച്ചിക്ക് ഒരു പറയൂല. ചേച്ചിക്ക് നേരം വെളുത്ത് കിട്ടുന്നത് ഇതൊക്കെയാണ് ചേച്ചിയുടെ ഫാന്റസികള്. അല്ല സാധാ ഞാൻ ഇട്ടെ ഓക്കെ ഡിഎസ്. അത് പറയാൻ വേണ്ടി വന്നതാ. കണ്ണൂരിൽ വന്നില്ല ഡിഎസ്. എനിക്ക് കണ്ണൂരിൽ കുറച്ച് ടെമ്പിൾസിൽ പോകാം. അവിടെ പറഞ്ഞു നമ്മളുടെ കേരളത്തിലാണെന്ന് പറഞ്ഞിട്ട് പുറത്തുള്ള ഫോറിനേഴ്സ് മുഴുവൻ പറയുമ്പോഴത്തേക്കാണ് നമ്മളുടെ നാട്ടിലെ ഓരോരോ കാര്യങ്ങൾ. ഈ അടുത്ത സമയത്താണ് ഞാൻ മധുര മീനാക്ഷി ക്ഷേത്രത്തിലും കന്യാകുമാരിയിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയത്. തന്നെ നമ്മളുടെ നാട്ടിന്റെയും നമ്മൾ പോയി കാണുന്നില്ല, നമ്മൾ പോയി ഇതൊന്നും അനുഭവിക്കില്ല, നമ്മൾ ഇതൊന്നും ഇതാവുന്നില്ല. ഏതോ ലോകത്ത് കിടക്കുന്ന ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഇവിടെ പെറ്റ് കിടക്കുന്ന ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിന്റെ പൈതൃകങ്ങളും നമ്മുടെ നാട്ടിന്റെ സ്വത്തും ഒക്കെ ഇതൊക്കെ ഒന്ന് എന്തുമാത്രം കണ്ടപ്പോൾ കണ്ണൂരിൽ ഒരുപാട് അങ്ങനത്തെ നമ്മളുടെ നാട്ടിലെ കൾച്ചറല്ല അതിന് പറയുന്ന സംസ്കാരം, ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് നമ്മളുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. കാരണം ഇനി അടുത്ത കുറെ നാളുകളാകുമ്പോ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പൊ BJP കൂടെ ഉള്ളത് കാരണം എന്തെങ്കിലും ഒന്നും അന്യം നിന്ന് പോകൂല എന്ന് തോന്നുന്നതൊക്കെ കുറെയൊക്കെ അവര് സംരക്ഷിക്കുമായിരിക്കുമല്ലേ. മൃദു സംഖ്യയാണെന്നാ ഓടാ നല്ലത്. അപ്പൊ MLA മുകേഷ് ചെയ്ത വികസനം പറഞ്ഞ നീ പറഞ്ഞു കമ്മി എന്ന് പറഞ്ഞില്ലേ. പിന്നെ അഖിൽമാരാര് അല്ല പറഞ്ഞപ്പോ നീ പറഞ്ഞു സുഡാപ്പിയാണെന്ന്. ഇനി പിഷാരടിയുടെ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോ കൊങ്ങീന്ന്. എല്ലാത്തിന്റെ സു കാന്ന് പറ. ഒരു അക്ഷരം എങ്ങും മിണ്ടാൻ പറ്റൂല. അപ്പം ജാതിയും രാഷ്ട്രീയം വെച്ചങ്ങ് ഉണ്ടാക്കുക എല്ലാരും. ചേച്ചിക്ക് ഒരു മരുന്നില്ല, പിന്നെ നിങ്ങൾക്ക് നമുക്ക് എന്താ മരുന്ന്? ഓക്കെ ഡിഎസ്. അപ്പൊ നമുക്ക് 10:10 കാണാം. ഓക്കെ. ഹായ് അമ്മച്ചിന്ന്. അതാ ഇവിടെ ഇതിന്റെ ഒരു അമ്മച്ചി തന്നെയാണ്. 17 വയസ്സ് തൊട്ട് അമ്മ തന്നെയാണ്. ബാക്കിൽ അപ്പി ഇട്ടപ്പോ ഇറങ്ങി വന്നവനൊന്നും ഈ അമ്മയുടെ വില അറിയത്തില്ല. അതുകൊണ്ട് കണ്ടവരെ മുഴുവൻ ഒരു വിലയില്ലാതെ അമ്മച്ചിന്ന് വിളിച്ചുകൊണ്ട് കിടക്കും. നീ നല്ല നീട്ടി അങ്ങോട്ട് വിളിച്ചോ, നല്ല കുനിഞ്ഞിരുന്ന് നീട്ടി വിളിച്ചോ. കാരണം നിനക്ക് അങ്ങനെ വിളിക്കാൻ ഒരാളില്ലാഞ്ഞിട്ടല്ലേ. കർമ്മം കൊണ്ട് ഒന്നിന്റെ ജന്മം കൊണ്ട് ഒന്നിന്റെ ആണെങ്കിൽ കർമ്മം കൊണ്ട് ഒരുപാട് മക്കൾ എനിക്കുള്ളതാ. അതുകൊണ്ട് നീ നല്ല നീട്ടി വിളിച്ചോ. നിനക്ക് അങ്ങനെ വിളിക്കാൻ ഒരുത്തി ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോ നിനക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നീ വിളിച്ചോ. കൊണ്ടുപോട്ടടോ. ഞാൻ ഇനി ട്വിറ്ററും കൂടെ ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. ഓക്കെ. അക്കൗണ്ട് ഉൾപ്പെടെ 4-5 ലക്ഷം രൂപ ചെലവാകുന്നേ ഉള്ളൂ. അക്കൗണ്ട് ഉൾപ്പെടെ എല്ലാ കഴിവറുകളെയും അങ്ങ് തൂക്കി അങ്ങ് പോകുമ്പോഴത്തേക്കേ മനസ്സിലാവുള്ളൂ. രേണുസുതി പോയിട്ടുണ്ടല്ലോ, പുള്ളിക്കാരിയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ ഇതാക്കിയിട്ട് 24 മണിക്കൂറിനുള്ളിലല്ലേ കംപ്ലീറ്റും തൂക്കി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പണി ബാക്കിലേ വരണുണ്ട് അവറാച്ച. അതുവരെയൊക്കെ കാണാളെയും കേൾക്കാളെയും ഒക്കെ കണ്ടോ. കൃഷ്ണൻ കിരണ എനിക്ക് മെസ്സേജിൽ ഇട്ടോ. കൃഷ്ണ ഞാനേ ഇച്ചിരി ചെറിയ പണിയിലാണ്. നമുക്ക് 10 മണിയാകുമ്പോഴത്തേക്കും ഇതാക്കാം. ഇന്നലെ കണ്ടോളാ എന്റെ എവിടെ ഇന്നലെ അക്കയുടെ ഒരു വീഡിയോ കണ്ടു. പൊന്നെ കിടു രാവൺ. ഇതുവരെ അപ്പൊ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഭയങ്കര ഡിലേ അല്ലേ നിങ്ങളൊക്കെ? അത് ഡിലീറ്റ് ആക്കാനാണ്. എന്താ ഡിയർ കൃഷ്ണൻ കിരണെ അതിൽ അയച്ചിട്ടോ. അപ്പൊ നമുക്ക് കാണാം. സബിൽ ആൾക്കാർ ഇതാക്കിയിരിക്കുമ്പോ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും സംഭവത്തേന്ന് വെച്ചിട്ട് ഓക്കെ. അപ്പൊ ശരി. അതിനുള്ളിൽ ഞാൻ കുറച്ച് പണികളുണ്ട്, അതൊക്കെ ഒന്ന് തീർത്തോട്ടെ. ഞാൻ അത് എപ്പോഴും അത് പറയാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. പക്ഷെ ഇവിടെ വരുമ്പോ ഇരുന്ന് പോവും. ഓക്കെ ഡിയസ്, താങ്ക് യു. ന്യൂ ടാങ്കോ. ഞാൻ ഈ ടാങ്കോ എന്ന് പറയുന്ന ആപ്പിലൊക്കെ കയറിയിട്ട് മാസങ്ങളോളം ആയി. ആ ആപ്പിലൊക്കെ ഞാൻ ആകെ എത്രയോ മുമ്പ് ഇതാക്കിയതല്ലാതെ. ആള് സുന്ദരിയാണ്, തല നിറയെ എണ്ണയാ. താങ്ക് യു ഡിയർ. ഒരു കുരു വന്ന് ഞാൻ ബാക്കിയൊക്കെ പോയി. ബാക്കിയെല്ലാം പൊട്ടിച്ച് ഞാൻ പൊട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നതാ.
ഞാൻ ഇത് വെച്ച് പൊട്ടിച്ചിട്ട് മറ്റേ ബ്ലാക്ക് ഹെഡ് സിമ്മർ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പഴുപ്പിഞ്ഞ് പുറത്ത് വരും. അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ്. എനിക്ക് തോന്നുന്നത് അതെന്തോ ഇതിൻ്റെ റഷോ ഉണ്ടോ അതോ ബഗ്ഗും ഉണ്ടോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാനിത് ഓണാക്കി ഇട്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും ഇതിൽ വരുന്നതിന് പകരം അതിൽ വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ നോക്കാം. ഇതിൽ നോക്കിയ കൃഷ്ണൻ കിരണിൻ്റെ കുറേ നേരം കൊണ്ട് പറയണം. ഒന്ന് നോക്കിക്കാണ് എന്താ പുള്ളി പറയുന്നുണ്ടെന്ന്. കൃഷ്ണൻ കിരൺ എൻ്റെ ഇതൊന്ന് നോക്ക്. പോയില്ല, നമ്മൾ 2 ദിവസം കൊണ്ട് പോകും. അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആക്കാനുണ്ട്. ഇനിയിപ്പോൾ നാളെ സെക്കൻഡ് സാറ്റർഡേ, ഈ സെക്കൻഡ് സാറ്റർഡേയും ക്യൂനില് സെക്കൻഡ് സാറ്റർഡേ സൺഡേ 2 ദിവസം വരണം. നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതാണ് ഈ ഹോളിഡേയ്സ് വരുമ്പോഴത്തേക്കും നമ്മളുടെ കാര്യങ്ങളൊക്കെ കാരണം ആ സമയത്ത് ഇവിടെ ഉണ്ടാണ് അവിടെ ഉണ്ടാണ്. ഇപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളൊന്നും അയച്ചിട്ടില്ലാന്ന്, കൃഷ്ണൻ കിരൺ ഒന്നും അയച്ചിട്ടില്ലാന്ന് DM-ല്. കൃഷ്ണൻ കിരൺ അതിലൊന്നും കാണുന്നില്ല. ഒരു ഹായ് നീ അങ്ങോട്ട് അയക്കും. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് അയക്കാത്തതുകൊണ്ടോ ഒന്നും വിസിബിൾ ആവാത്തില്ല. നാളെ കാണാൻ DP ഇല്ലെന്ന് തോന്നുന്നു. നാളെ സെക്കൻഡ് സാറ്റർഡേയാ. ഞാനും ഇപ്പോഴാ അറിയുന്നത്. ഇന്നത്തെ ഒരു ദിവസം വെറുതെ പോയി. കിരൺ കൃഷ്ണൻ പട്ടാഴിയാണോ? പുട്ട് തിന്നു. ERP എന്താ? അടിക്കും നിന്നെയാണോ? തൊലിക്കും. നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ല ആണ് നാളെ സെക്കൻഡ് സാറ്റർഡേ. അപ്പൊ നോക്കിയാണ് എടാ നോക്കിയാ അയച്ചല്ലേ. നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? പിന്നെ ഓക്കെ സെക്കൻഡ് സാറ്റർഡേ അല്ല, 4th സാറ്റർഡേ. സോറി കേട്ടോ, സോറി, റിയലി സോറി. 4th സാറ്റർഡേ. എടാ 4th സാറ്റർഡേ. 4th ആണെന്ന് വെച്ചാൽ ഹോളിഡേ എന്ന് പറഞ്ഞതാണ്. 4th ആണെങ്കിലും 2nd ആണെങ്കിലും സോറി വിട്ടുപോയി. കിരണേ ഹായ് ചേച്ചി എന്നല്ലാതെ ഒന്നും തന്നെ ഒരു മെസ്സേജ് അതിലില്ല. അടുത്ത് എന്റെ വീട്ടിൽ ആൾക്കാരല്ലാതെ പിന്നെ ആരുണ്ടാവാനാ? ആംഗ്ലറ്റ് വെയർ ചെയ്തിട്ടുണ്ട്. എല്ലാം പണയം വെച്ച് എല്ലാം പൊട്ടിപ്പാളീസായി കിടക്കുക. ഇനിയിപ്പോൾ അതിൽ പിടിച്ച് കയറും. അതിനെ അടിക്കുമെന്ന് പറഞ്ഞു. ഓ സോറി ഡിയർ. കുറെ നായ്ക്കളെ. നല്ല കുട്ടി, കാരണം ഇത് നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് ഫേക്കും കൂടെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു തെറ്റ്. സോറി റിയലി സോറി പോരെ. അല്ല നാളെ ഞാൻ സെക്കൻഡ് സാറ്റർഡേ പറഞ്ഞപ്പോൾ എനിക്ക് മിസ്റ്റേക്ക് പറ്റി. അത് 4th സാറ്റർഡേ. അതിന് അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും കഷ്ണം പീസായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇച്ചിരി വേറെ എന്തെങ്കിലും എന്നെ ഉപദ്രവിക്കുന്ന പറഞ്ഞ രീതിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ഏതോ കഴിവേറിക്ക് ഞാൻ ഇത് കൊടുത്തിട്ടാ. ക്യൂനും ബ്ലോക്കാണാ? ക്യൂന് നോക്ക്. മറ്റേത് മെസ്സഞ്ചർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാതെ തന്നെ പറയാ 2 എണ്ണം തിരിച്ചു കിട്ടുമ്പോഴത്തേക്കും പോയി റിപ്പോർട്ട് അടിക്കുക. അപ്പൊ പിന്നെ വായിൽ ഉണ്ടേണ്. പിന്നെ തിരിച്ചു പറയാൻ ഒന്നും ഇല്ലാന്ന് കാണുമ്പോഴത്തേക്കും പോയി റിപ്പോർട്ട് അടിക്കുക. അത്രയ്ക്ക് അണ്ടിക്ക് ബലമില്ലാത്തവരൊക്കെ എന്തിനിതാക്കുന്നത്? ഹായ് ചേച്ചിന്ന് മാത്രമേ ഉള്ളൂ. അതാണോ ഇങ്ങനെ കിടന്ന് നോക്കുന്നു പറഞ്ഞേ? എടാ മിറാക്കിൾ ഓഫ് റൊമാൻസ് ഏജ് കൊള്ളാലോടാ. നോക്കില്ലല്ലോ. ഇങ്ങോട്ടെടുത്ത് എന്ത് റിപ്ലൈ വിട്. ഹായ് തിരിച്ച് റിപ്ലൈ വിടാം. അതല്ലേ ഞാൻ പറഞ്ഞ ഹായിന്ന്. നിന്റെ ഇതാ നിങ്ങളുടേതാ ഓപ്പൺ ചെയ്ത് വെച്ചോണ്ടിരിക്കുന്നേ. കെട്ടവനാണോ ഇപ്പോഴും ഉണ്ടാക്കിയേ? ഒരു കെട്ടവൻ തായോളിയുണ്ട്. മറ്റേ ചിന്താർ ജ്വരം പറഞ്ഞ അപ്പനില്ലാത്ത നേരത്ത് അമ്മയെ ആരോ പണി ഉണ്ടാക്കിയ മോയി. കയ്യിലെ വള ഒറിജിനൽ. ഏത് വള? കയ്യിൽ എവിടെ വള കിടക്കുന്നു? അതൊരു കൈ ചെയിനല്ലേ? എനിക്ക് സ്കിൻ അലർജി ഉള്ളതാണ് മാട്ടെ. ഞാൻ ഗോൾഡ് അല്ലാത്ത ഓർണമെന്റ്സ് യൂസ് ചെയ്യാറില്ല. എനിക്ക് ജോർച്ചിലും പറിച്ചിലും ഒക്കെ. പുള്ളിയാണോ?
പുള്ളിയാണോ കൃഷ്ണനാ? ഐക്യം കൃഷ്ണ, അത് ഐക്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൂൾ ഗ്ലാസ് അല്ല, ഇത് പവർ ഗ്ലാസ്സാ. ഇത് പവർ ഗ്ലാസ് ആണ്. ആടില് സംക്രാന്തിക്ക് വെക്കുള്ളൂ. ഇത് കല്യാണ ആ ലോക്ക്ഡൌൺ സമയത്താണ്ട് വാങ്ങിയ സാധനം ഇത്. ഡിഡ് യു റിമെമ്പർ ഗിൽബറ്റോ? കൊള്ളാമോ? അഴുക്ക്. ഈ ഗോൾഡിന് അഴുക്ക് എങ്ങനെയാ? ഞാൻ മറ്റേ ഷാമ്പൂലും എന്തെങ്കിലും ഇട്ടിട്ട് മറ്റേ ബ്രഷ് വെച്ചിട്ട്, നമ്മളെ ഡിസ്പോസിബിളിന്റെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിയില്ല. പക്ഷെ അപ്പം ഈ സ്റ്റോണ് ചിലപ്പം പോകുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പോയിട്ടില്ല ഇതുവരെ. അയ്യോ ശരി, നമ്മുടെ സമയം പോകും. ഓക്കെ DS, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞാൻ എൻ്റെ സമയം മുഴുവൻ പോകുന്നത് ഞാൻ പവർ ഗ്ലാസ്, അത് മറ്റേ പവർ ഗ്ലാസ് 2 ഞാൻ ഇത് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇത് വീട്ടിൽ യൂസ് ചെയ്യും, വീട്ടിലും പുറത്തൊക്കെ യൂസ് ചെയ്യും. ഇതിനെത്ര 4000 സംതിങ്, 4000 5000 കൊണ്ടേ ഉള്ളൂ. അത് പിന്നെ എക്സ്ട്രാ അത്ര തന്നെ ആവും. മറ്റേ നമ്മൾ പവർ കയറ്റുമ്പോൾ അതിൻ്റെ മറ്റേ ബാക്കി അവരുടെ ഫെസിലിറ്റീസ് എല്ലാം കൂടെ കയറ്റുമ്പോൾ ഞാൻ ഇതിപ്പോൾ അധികം നാളായില്ല. ഞാൻ കൂളിംഗ് ഗ്ലാസ് മാത്രം 3 വർഷമായിട്ട് വെക്കാറുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വെക്കാതിരുന്ന എന്തായാലും. പിന്നെ വേറൊരെണ്ണമുണ്ട് ജേക്കബ് ജോണിൻ്റെ ആ ബ്ലൂ, അതാണ്. അത് അതിലും ഇതിനെക്കാട്ടി കുറച്ചുകൂടി മറ്റേ നൈറ്റ് ഇത് ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എന്തൊക്കെ ആ സമയത്ത് ഞാൻ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മറന്നുപോയി, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇത് ജേക്കബ് ജോൺ ഇവിടെ ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിയതാ. റൈബാനും മറ്റേ അതും ഇതൊന്നും അല്ല. സില്ലോട്ടിന്റെ മറ്റേ റൈബാന്റെയും മറ്റേ എന്താണ് ഏറ്റവും ലോക്കൽ ഇതായ ഇവിടെ നിന്ന് മേടിച്ച എന്താണ് പ്രാവോയും മറ്റേ ബ്ലൂ ഗ്ലാസ് ഏതാ കമ്പനി, അതിനാകെ 2500 ഉള്ളു. 2500 7000 വരെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴൊന്നും വാങ്ങിയല്ല, കുറെ എത്രയോ വർഷങ്ങളായതാ. ജോലിയൊക്കെ ഉള്ള സമയത്തൊക്കെ ആ സമയങ്ങളിലൊക്കെ ഞാൻ വാങ്ങിയതായിരുന്നു അതൊക്കെ. അപ്പൊ ഇത് വന്നതിന് ശേഷം അത് വെക്കലേ ഇല്ല, കൂളിംഗ് ഗ്ലാസ് ഒന്നും വെക്കലേ ഇല്ല. ഇതിൽ തന്നെ പിന്നെ മറ്റേ സണ്ണിന്റെ മറ്റേ ഒരു ബ്ലൂ ഷെയ്ഡ് മറ്റേ സാധനം എവിടെ, അതെവിടെ, ഇതൊക്കെ സിവിൽ ഡ്രസ്സാണ്. ഒന്നാമത് ചൂട്. മാക്സോ അങ്ങനത്തെ എന്തോ ഡ്രസ്. 1 സെക്കൻഡ്. ഇതും ജേക്കബ് ജോണ്ട് വേറെ ഇതാ സാധനം. ജേക്കബ് ജോണ്ട് സാധനം അതിൽ കുറച്ച് സ്റ്റാൻഡേർഡും കുറച്ചൊരു ഇതും ഉള്ളത്. പൊയ്ക്കോ. ഈ സാധന ഇതിൽ കൊണ്ടൊരു ബ്ലൂ ഷെയ്ഡ് വരുന്ന, ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നില്ലേ, അത് മറ്റേ ഇതിൻ്റെതാ. അപ്പൊ അത് മാത്രമല്ല കേട്ടോ, ഇതിൽ എക്സ്ട്രാ വേറെയും നമ്മളിപ്പോ ഇത് ചെയ്തില്ലെങ്കിലും പവറിന്റെ കൂടെ എനിക്ക് അടിപൊളി വേറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതുപോലത്തെ ഒരു വേറൊരെണ്ണം ഉണ്ട്. അതും ജേക്കബ് ജോണിന്റെ തന്നെയാണ്. പക്ഷേ അത് ഷെയ്ഡുണ്ട്, മറ്റേ സൺ പ്രൊട്ടക്ഷൻ അതിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇത് പവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും എന്ന് അവർ പറഞ്ഞു. അപ്പൊ അത് കാരണം ഞാൻ ചെയ്തത്. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. എന്റെ ഗ്ലാസ്സിലൊക്കെ പഴയതാണ്, ഞാൻ എത്ര വർഷമായി ഒന്നും ഇപ്പോൾ മേടിക്കലേ ഇല്ലോ. പണ്ടായിരുന്നു അങ്ങനത്തെ പ്രാന്തൊക്കെ. ഇപ്പൊ അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. ഇപ്പൊ ഓരോ രൂപ എങ്ങനെയാണ് ഓരോ ഇതുപോലെ അവിടെ ഇവിടെ ഇങ്ങനെ ഓരോരോ ബിസിനസ്സിൽ മാത്രമേ ഫിലിമിൽ ചാൻസ് കിട്ടുമെന്ന് നോക്കി. ഞാൻ സിനിമയിൽ നിന്ന് എടുക്കണില്ല മാഷേ, എൻ്റെ 1.5 കോടി പോയതാ. അതിന് ഞാൻ എടുത്തിട്ടില്ലതാ. ഇപ്പൊ കൂളിംഗ് വേറെ എക്സ്ട്രാ കൂളിംഗ് ഗ്ലാസ് വെക്കേണ്ട ആവശ്യം ഇല്ലാത്തത് കാരണം ഇതിൽ തന്നെ ഉണ്ട്. ഇതിപ്പോ ഓൾറെഡി ഇതിൽ മാഗ്നറ്റ് മാത്രമേ ഉള്ളൂ. ഇതിന് ഇപ്പോഴുള്ള മോഡലാണെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ അടിപൊളി സാധനം ഉണ്ടായിരുന്നു, റൈബണിൻ്റെ ഉണ്ടായിരുന്നു. അതെങ്ങനെ ആരോ കയറി ഇന്ന് പൊട്ടിച്ചതാ. ഞാൻ ഈ ബാക്കിൽ ഇങ്ങനെ ഇട്ടപ്പോൾ അതിൻ്റെ അകത്ത് ആരോ കയറിയിരുന്നത്. ഇതിൽ ഓൾറെഡി ഇതിൽ ബ്ലൂ. അപ്പൊ ഇതിലില്ലേ, ഇതിൽ സൺ പ്രൊട്ടക്ഷൻ ഇല്ലേ, ലൈറ്റ് അടിച്ചിട്ട് ഇത് വരണം. ഇത് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത്. പക്ഷെ വീട്ടിലൊന്നും വെപ്പില്ല. ആണ്ടിൽ സംക്രാന്തിക്കേ വെപ്പുള്ളൂ, അങ്ങനെ വെക്കലൊന്നുമില്ല. ഇതാ മെയിൻ ഗ്ലാസ്. അവിടെ ഉണ്ടായിരുന്നത് കുറച്ച് സ്റ്റാൻഡേർഡും വൃത്തിയുള്ളതും ഇതാ. പക്ഷെ എനിക്ക് കുറച്ച് വലിപ്പമാണ്, കുറച്ചിരി മെച്ചൂരിറ്റി കുറച്ചധികം തോന്നും. ഇരിക്കട്ടെ എന്ന് ഇതിന്റെ. പിന്നെ ഇതിന്റെ ഒരു മെറൂണും ഉണ്ടായിരുന്നു. ഓൾറെഡി ഇതിൽ തന്നെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് പവറും ഇതെല്ലാം കൂടെ എന്തോ 13,000 അങ്ങനെ എന്തോ കൊണ്ടെയാണ്. അത് നമ്മൾ ഈ ഫെസിലിറ്റി ഓരോന്ന് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് എമൗണ്ട് കുറഞ്ഞു. പിന്നെ ഇത് എപ്പോഴും വാങ്ങിക്കുന്നതല്ലല്ലോ എന്നുള്ളത് കൊണ്ടും പിന്നെ ഇനി എപ്പോഴും യൂസ് ചെയ്യണമെന്നുള്ളൊരു കാരണം കൊണ്ടും ഞാൻ പിന്നെ ഇത് ഇതാക്കിയതാ. തന്റെ ചാനലാണോ ആദിത്യ? താൻ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടല്ലോ. താനാണോ കോപ്പി ചെയ്ത് കൊണ്ടുപോയി ഇട്ടത്? താൻ ഓരോരുത്തരെയും മെൻഷൻ ചെയ്ത് ഇതാക്കുന്നുണ്ടല്ലോ.
ഞാൻ ഇന്നലെ വരെയും ഗൂഗിളിൽ ജിപ്സാബീഗം ഹോട്ട്, ജിപ്സാബീഗം ലിക്വിഡ്, ജിപ്സാബീഗം മറ്റത് നോക്കിയപ്പോൾ എന്റെ ഒരു സാധനം ഞാൻ കണ്ടില്ല. കണ്ട ബംഗാളികളുടെയും ബസ് സ്റ്റാൻഡ് വെടികളുടെയും തൊട്ട് കണ്ടോടെ മുഴുവൻ അതിഥി രവിയുടേത്, പ്രിയാമാന്റെ മറ്റേ എന്താണ് തൊട്ട് കംപ്ലീറ്റ് ആൾക്കാരുടെ ജിപ്സാബീഗം എന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ ഇന്നലെ വരെ നോക്കിയുള്ള ഒരു സാധനം ഞാൻ എന്റേതെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. ഇതാ സാധനം ഇതുള്ളതുകൊണ്ടാണ് ഇത് ഞാൻ അങ്ങനെ എടുക്കില്ല. കാരണം എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരും. അതുകൊണ്ട് എന്തായാലും മെച്ചമായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ചെയ്യേണ്ടത് വെച്ചിട്ട് മാത്രം മതി. പക്ഷെ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കണം. ഇതിൽ നിന്ന് ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞ് കയ്യിലാങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് കളയും. ഇത്രയും വലിയ എടുക്കാൻ പറ്റും കുട കൊണ്ട് കളഞ്ഞിട്ട് വരുന്ന ആളാണ് ഞാൻ. എന്റെ ഈ കുട കളയിച്ചിൽ കാരണമാണ് ഇതാ കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ട് ഇങ്ങനത്തെ കാലം കൂടെ ഇപ്പൊ ഫാഷനായേ. 2013 ഞാനൊക്കെ 19-20 വയസ്സോട്ട് കാലം കൂടെ എനിക്ക് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. കോഴിക്കോട് എനിക്ക് കുറച്ച് ഷോപ്പുകൾ ഉണ്ടായിരുന്നു 19-20 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ. ഈ ഗോൾഡ് വള ആരിട്ടതാ? ഗോൾഡ് വള ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഈ ഗോൾഡ് വള ഇട്ടിട്ട് ബാഗിലോട്ട് സിനിമ ഒരു 2017 തൊട്ടൊരു 18-19 ആ 2-3 വർഷങ്ങൾ ഒരു 10-25 സിനിമ അഭിനയിച്ചു. സിനിമ അഭിനയമായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ അതിൽ ക്ലച്ച് പിടിക്കണം, അതില്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ലൈഫ് എത്രയോ പേര് വന്നു പോകുന്നു അതിൽ ഒരാളായി പോകും. അപ്പോഴത്തേക്കും നമ്മളുടെ നല്ല പ്രായവും നല്ല അവസരങ്ങളൊക്കെ പോകും. ആ സമയത്ത് 10 പൈസ നമ്മൾ എവിടെയെങ്കിലും നല്ല ജോലിക്ക് കയറിയിട്ട് നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് കയറിയിട്ട് നമ്മൾ ഇതാക്കുക. സിനിമയൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതെന്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അന്ന് ചെയ്തു. പക്ഷെ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചാൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇനി ഒരു 1-2 സിനിമ ചെയ്താൽ വീണ്ടും എനിക്ക് കോള് വന്നുകൊണ്ടിരിക്കും. നമ്മളൊന്ന് പിന്നെ ഇവിടെ പോടറിഞ്ഞു പൊട്ടുന്ന ക്ലാസ്സുകൾ ഇതൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് മേടിച്ചതാ. നമ്മളൊന്ന് ബാക്കിലോട്ട് പോയാൽ പിന്നെ എന്റെ വരുന്ന ആൾക്കാരൊക്കെ പുതിയ ആൾക്കാർ, പിന്നെ കോണ്ടാക്ട്സും അങ്ങ് പോകും. ഞാൻ 2-3 വർഷം ഞാൻ ശ്രീലങ്കയിൽ താമസം ഇവിടെയാണ്. പക്ഷെ 4 ദിവസം അവിടെ 3 ദിവസം ഇവിടെ അങ്ങനെയായിട്ട്. അപ്പൊ ആ സമയത്താണ് കുറെ ചാൻസുകൾ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ആകെ കൂടിപ്പോയ ഒരു പെർ ഡേ 2 ദിവസത്തെ വർക്ക് ഉണ്ടാവും. ഒരു സിനിമയിൽ 1-2 ദിവസത്തെ വർക്കുണ്ടാവും. പെർ ഡേ ഒരു 25 പോട്ടെ, ഒരു 20-25 ആയിരിക്കാം കൂടിപ്പോയാല് ഒരു ഗസ്റ്റ് റോള് ചെയ്താൽ കിട്ടുന്നത് എനിക്ക്. അപ്പോൾ ആണ്ടിൽ സംക്രാന്തി കിട്ടാൻ അത് ഞാൻ ഇവിടെ നോക്കി നിൽക്കുമോ? എനിക്ക് 3-4 ലക്ഷം രൂപ സാലറി ഉള്ള ജോലി ഞാൻ പോയി ചെയ്യുമോ? അതും നുണയും പാരവെപ്പും കൂട്ടിയടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷത്തിലോ സിനിമകൾ ഇപ്പോൾ കൊറോണ പേപ്പറിൽ തലേ ദിവസം പോയി കോസ്റ്റ്യൂം അളവും മെഷർമെന്റ് എല്ലാം കൊടുത്ത് ഇവിടെ വൈറ്റ് ഹൗസ് അല്ലേ എൻ്റെ പേര് പ്രീതികൃഷ്ണൻ സാറിന്റെ. പുള്ളിയൊന്നും അറിഞ്ഞു തന്നെ ഉണ്ടാവില്ല. പിറ്റേ ദിവസം എന്നെ ഷൂട്ടിന് വിളിക്കുന്നില്ല. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ അത്ര മാത്രമേ ഉള്ളൂ. അത് തന്നെ മാറ്റതൊക്കെ അത് തന്നെയാണ്. അതെന്താ ആരെയാണ് കുറച്ചൊന്നും കാണണ്ട മോനെ. മലയാള സിനിമയ്ക്ക് ഒരു ഓസ്കാർ നടിയെ നഷ്ടമായിന്ന് ഊമ്പിക്കും. അതിൽ പിടിച്ചങ്ങ് ഊഞ്ഞാലാടല്ലേ കൂടുതൽ. ഇവിടെ മൈര ഞാനത് കണ്ടു. നീ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യണ്ട. ഞാനത് കണ്ടെന്ന് അറിയിക്കാനാണ് ഞാൻ വായിച്ചത്. സിനിമയിൽ ശമ്പളം അങ്ങനെ എനിക്കറിയില്ല മാഷെ. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും റെക്കമെൻഡേഷൻ. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിന് നമ്മൾ ചെയ്യുന്ന ഇതിനൊക്കെ ആയിരിക്കും ഇതാക്കുന്നത്.
എല്ലാവർക്കും ഒരേ ശമ്പളം ആയിരിക്കത്തില്ല. പിന്നെ ആദ്യം വരുന്ന ആൾക്കാർക്കൊന്നും പൊതുവേ അവർ പൈസ കൊടുക്കൽ പല സിനിമകളിലും ഉണ്ടാവില്ല, കാരണം ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഓക്കെടാ, ഓക്കെ, ശരി. ഞാനേ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എടാ ഇതെടുക്ക് ബാ. ഇന്നെങ്കിലും ഇത് ക്ലിയർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതുമായിട്ട് നിൽക്കാക്കൂല. ഓക്കെ, ഓടാ ഇറങ്ങി. ഇപ്പോഴേ സമാധാനം, രണ്ട് തെറി കേട്ടപ്പോഴെന്ന് മുടി. ശരി, ഓക്കെ, ബായ്. നമ്മൾ പിന്നെ കാണാം. ഞാൻ ഇവിടെ താമസിക്കണതിനനുസരിച്ച് ഞാൻ സബിൽ വരാനും താമസിക്കും.